friends, welcome back to my today's class ICD-10 coding guidelines. Chapter 1-ലെ sepsis class continuation ആണ്. ലാസ്റ്റ് ക്ലാസ്സിൽ സെപ്സിസിന്റെ കോഡിംഗ് ഗൈഡ് ലൈൻസ് കണ്ടു. അപ്പോൾ അതിന്റെ ബാലൻസ് ആണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അത് നോക്കാം. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സെപ്സിസിന്റെ കോഡിംഗ് ഗൈഡ് ലൈൻസ് കണ്ടു. ഇതില് ഈ ചാപ്റ്ററിൽ നമ്മൾ കാണാൻ പോകുന്നത് സിവിയർ സെപ്സിസിന്റെ കോഡിംഗ് ഗൈഡ് ലൈൻസ് ആണ്. അപ്പോൾ സിവിയർ സെപ്സിസിന് ദ കോഡിംഗ് ഓഫ് സിവിയർ സെപ്സിസ് റിക്വയർസ് എ മിനിമം ഓഫ് 2 കോഡ്സ്. സിവിയർ സെപ്സിസ് കോഡ് ചെയ്യണമെങ്കിൽ തന്നെ മിനിമം 2 കോഡ്സ് ഉണ്ടായിരിക്കണം. സിവിയർ സെപ്സിസ് എന്ന് വെച്ചാൽ എന്താണ്? ഒരു സെപ്സിസും ഒരു ഇൻഫെക്ഷനും കാണും, ഒരു ഓർഗൻ ഡിസ്ഫങ്ഷനും കാണും. അതാണ് സിവിയർ സെപ്സിസ്. അതുകൊണ്ടാണ് അവർ 2 കോഡ്സ് മിനിമം വേണം എന്ന് പറയുന്നത്. ഫസ്റ്റ് എ കോഡ് ഫോർ ദി അണ്ടർലൈൻ സിസ്റ്റം ഇൻഫെക്ഷൻ ഫോളോഡ് ബൈ എ കോഡ് ഫ്രം സബ് കാറ്റഗറി R65.2 സിവിയർ സെപ്സിസ് കോഡ്. ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ് ഇൻഫെക്ഷൻ, ഏത് ഇൻഫെക്ഷൻ ആണെന്ന് നമ്മൾ കോഡ് ചെയ്യണം. അണ്ടർലൈൻ സിസ്റ്റം ഇൻഫെക്ഷൻ, അത് കഴിഞ്ഞ് സിവിയർ സെപ്സിസിന്റെ കോഡും ചെയ്യണം. If the causal organism is not documented, assign code A41.9 sepsis unspecified organism for the infection. അവരെ ഏത് ഇൻഫെക്ഷൻ ആണെന്ന് കറക്റ്റായിട്ട് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ സെപ്സിസിന്റെ അൺസ്പെസിഫൈഡ് കോഡ് ആദ്യം കൊടുക്കും. A41.9 followed by severe sepsis code. Additional code for associated acute organ dysfunction are also required. ഈ സിവിയർ സെപ്സിസ് കോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ ഒരു ഓർഗൻ ഡിസ്ഫങ്ഷനും കൂടെ ഉണ്ടായിട്ട് കാണും. ആ ഓർഗൻ ഡിസ്ഫങ്ഷൻ്റെ കോഡ് കൂടെ കോഡ് ചെയ്യണം. താഴെ കൊടുത്തിരിക്കുന്നതുണ്ട്. A41.9 ഇവര് അൺസ്പെസിഫൈഡ് ഇൻഫെക്ഷൻ അൺസ്പെസിഫൈഡ് ആണെങ്കിൽ A41.9, അഥവാ ഒരു ഏത് സ്പെസിഫൈഡ് ഇൻഫെക്ഷൻ ആണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ A41.9 താഴെ പോയി നോക്കുവാണെങ്കിൽ ഒത്തിരി സ്പെസിഫൈഡ് ഇൻഫെക്ഷൻ കാരണമാണ് ഈ സെപ്സിസ് വന്നിരിക്കുന്നതെന്ന് കാണും. ആ കോഡ് കൊടുക്കുക. അത് കഴിഞ്ഞ് R65.2, അതിനുശേഷം അസോസിയേറ്റഡ് അക്യൂട്ട് ഓർഗൻ ഡിസ്ഫങ്ഷൻ കോഡ്. നെക്സ്റ്റ് സെപ്റ്റിക് ഷോക്ക്. സെപ്റ്റിക് ഷോക്ക് എന്ന് വെച്ചാൽ എന്താണ്? ലോ ബ്ലഡ് പ്രഷർ ഡ്യൂ ടു സിവിയർ സെപ്സിസ്. ഒരു ഓർഗൻ ഡിസ്ഫങ്ഷനായി അതുമൂലം നമുക്ക് ലോ ബ്ലഡ് പ്രഷർ ആകുന്നു. അപ്പം അതാണ് സെപ്റ്റിക് ഷോക്ക്. ഫോർ കേസസ് ഓഫ് സെപ്റ്റിക് ഷോക്ക് ദ കോഡ് ഫോർ സിസ്റ്റമിക് ഇൻഫെക്ഷൻ ഷുഡ് ബി സീക്വൻസ്ഡ് ഫസ്റ്റ്. മറ്റേതേപോലെ തന്നെ സിവിയർ സെപ്സിസ് പോലെ തന്നെ ഫസ്റ്റ് നമ്മൾ സിസ്റ്റമിക് ഇൻഫെക്ഷൻ എന്താണെന്ന് ആദ്യമേ കോഡ് ചെയ്യണം. ഫോളോഡ് ബൈ കോഡ് R65.21. അത് R65.21 എന്ന് വെച്ചാൽ സിവിയർ സെപ്സിസ് വിത്ത് സെപ്റ്റിക് ഷോക്ക് കോഡ്. ഈ R65.21 സിവിയർ സെപ്സിസും സെപ്റ്റിക് ഷോക്കും കൂടെ കമ്പൈൻ ചെയ്ത കോഡാണ് R65.21. അല്ലെങ്കിൽ T81.12. ഇതെന്ന് വെച്ചാൽ എന്തെങ്കിലും പ്രൊസീജിയർ, ഡോക്ടർ എന്തെങ്കിലും പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സെപ്റ്റിക് ഷോക്ക് വരികയാണെങ്കിൽ കൊടുക്കേണ്ട കോഡാണ് T81.12. T81.12 പോസ്റ്റ് പ്രൊസീജിയറൽ സെപ്റ്റിക് ഷോക്ക്. അടുത്ത എനി അഡീഷണൽ കോഡ്സ് ഫോർ അതർ അക്യൂട്ട് ഓർഗൻ ഡിസ്ഫങ്ഷൻ ഷുഡ് ഓൾസോ ബി അസൈൻഡ്. സെപ്റ്റിക് ഷോക്കിൽ ഉറപ്പായിട്ടും ഒരു ഓർഗൻ ഡിസ്ഫങ്ഷൻ ആയിട്ട് കാണും. അപ്പം ആ കോഡ് കൂടെ കൊടുക്കണം. As noted in sequencing instruction in tabular list, the code for septic shock cannot be assigned as a principal diagnosis. നമ്മൾ ടാബുലാർ ലിസ്റ്റിൽ കോഡ് ചെക്ക് ചെയ്യുമ്പോൾ തന്നെ അവരൊരു ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കും. ഈ സെപ്റ്റിക് ഷോക്ക് ഒരിക്കലും ഒരു പ്രിൻസിപ്പൽ ഡയഗ്നോസിസ് ആകില്ല. ആദ്യമേ നമുക്ക് ആ കോഡ് കൊടുക്കാൻ സാധിക്കില്ല. അതാണ് ഇത്. അപ്പം നമ്മൾ എങ്ങനെയാണ് കോഡ് ചെയ്യേണ്ടത്? ഒരു സിസ്റ്റം ഇൻഫെക്ഷൻ കൊടുത്തേക്കും. അത് അൺസ്പെസിഫൈഡ് ആണെങ്കിൽ A41.9 സെപ്സിസ് അൺസ്പെസിഫൈഡ്. അത് കഴിഞ്ഞ് R65.21 അല്ലെങ്കിൽ T81.12 സിവിയർ സെപ്സിസ് വിത്ത് സെപ്റ്റിക് ഷോക്ക് അല്ലെങ്കിൽ പോസ്റ്റ് പ്രൊസീജിയറൽ സെപ്റ്റിക് ഷോക്ക്. അത് കഴിഞ്ഞ് അക്യൂട്ട് ഓർഗൻ ഡിസ്ഫങ്ഷൻ, ഏത് ഓർഗൻ ആണോ ഡിസ്ഫങ്ഷൻ ആയേക്കുന്നത് ആ കോഡ് കൂടെ കൊടുക്കണം.
നെക്സ്റ്റ് സിവിയർ സെപ്സിസ് ഓർ സെപ്സിസ് വിത്ത് എ ലോക്കലൈസ്ഡ് ഇൻഫെക്ഷൻ. ഒരു ലോക്കലൈസ്ഡ് ഇൻഫെക്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് കോഡ് ചെയ്യേണ്ടത്? ഇഫ് ദ റീസൺ ഫോർ അഡ്മിഷൻ ഈസ് sepsis or severe sepsis and a localized infection such as pneumonia or cellulitis. ഒരു പേഷ്യൻ്റ് അഡ്മിറ്റ് ആയിരിക്കുന്നത് സെപ്സിസോ സിവിയർ സെപ്സിസോ ഉള്ളത് മൂലമാണ്. അയാൾക്ക് ഒരു ഇൻഫെക്ഷനും ആയിട്ടുണ്ട്. എന്ത് ഇൻഫെക്ഷനാണ്? ന്യൂമോണിയ അല്ലെങ്കിൽ സെല്ലുലൈറ്റിസ്. ഒരു ഇൻഫ്ലമേഷൻ ഇൻ സെൽസിൽ ഇൻഫ്ലമേഷൻ ആവുന്നതാണ് സെല്ലുലൈറ്റിസ്. അതൊക്കെ ന്യൂമോണിയ അല്ലെങ്കിൽ സെല്ലുലൈറ്റിസ്, ഇതൊക്കെ ലോക്കലൈസ്ഡ് ഇൻഫെക്ഷൻ ആണ്. ഇത് തന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ കോഡ് ചെയ്യേണ്ടത്? എ കോഡ് ഫോർ അണ്ടർലൈൻ സിസ്റ്റം ഇൻഫെക്ഷൻ ഷുഡ് ബി അസൈൻഡ് ഫസ്റ്റ്. ഏതാണോ സിസ്റ്റമിക് ഇൻഫെക്ഷൻ, ഇപ്പൊ ഇൻഫെക്ഷൻ അൺസ്പെസിഫൈഡ് ആണെങ്കിൽ എപ്പോഴും പറഞ്ഞ പോലെ A41.9, അഥവാ നമുക്ക് സ്പെസിഫൈഡ് തന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് കോഡ് തേടി കോഡ് ഇടുക. സിസ്റ്റം ഇൻഫെക്ഷൻ അത് ആദ്യമേ ഫസ്റ്റ് കോഡ് ചെയ്യണം. അതിനുശേഷം ആൻഡ് ദ കോഡ് ഫോർ ലോക്കലൈസ്ഡ് ഇൻഫെക്ഷൻ ഷുഡ് ബി അസൈൻഡ് ആസ് സെക്കൻഡറി. ഇവിടെ ലോക്കലൈസ്ഡ് ഇൻഫെക്ഷൻ ഏതാണ്? ന്യൂമോണിയ അല്ലെങ്കിൽ സെല്ലുലൈറ്റിസ്. ഇതിനുശേഷം A41.9, അതിനുശേഷം ന്യൂമോണിയ ഓർ സെല്ലുലൈറ്റിസ് കോഡ് ചെയ്യണം. ഇഫ് ദ പേഷ്യൻറ്റ് ഹാസ് എ സിവിയർ സെപ്സിസ്, എ കോഡ് ഫ്രം സബ് കാറ്റഗറി R65.2 ഷുഡ് ഓൾസോ ബി അസൈൻഡ് ആസ് സെക്കൻഡറി ഡയഗ്നോസിസ്. അതിൻ്റെ കൂടെ തന്നെ ഒരു സിവിയർ സെപ്സിസ് എന്നും കൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ R65.2 കോഡ് ചെയ്യണം. നമ്മൾ ഡീഫോൾട്ടായിട്ട് R65.2 കോഡ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ട് ഒരു ഓർഗൻ ഡിസ്ഫങ്ഷൻ ആയിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് കാണും. ആ കോഡോടെ എക്സ്ട്രാ കോഡ് ചെയ്യണം. ഇതാണ് അണ്ടർലൈൻ സിസ്റ്റം ഇൻഫെക്ഷൻ, ന്യൂമോണിയ ഓർ സെല്ലുലൈറ്റിസ്. അതിനുശേഷം R65.2, അതിനുശേഷം ഓർഗൻ ഡിസ്ഫങ്ഷൻ എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അതും കോഡ് ചെയ്യണം. അടുത്ത ഇത്, if the patient is admitted with a localized infection such as pneumonia and sepsis or severe sepsis doesn't develop until after admission, the localized infection should be assigned first, followed by appropriate sepsis or severe sepsis code. ഇതിൽ എന്താന്ന് വെച്ചാൽ ഒരു പേഷ്യൻ്റ് അഡ്മിറ്റ് ആയേക്കുന്നത് ന്യൂമോണിയയോ സെല്ലുലൈറ്റിസോ കാരണമാണ്. പക്ഷെ അവിടെ സെപ്സിസോ സിവിയർ സെപ്സിസോ അതൊന്നും ഡെവലപ്പ് ആയിട്ടില്ല, അഡ്മിഷൻ വരെ ഡെവലപ്പ് ആയിട്ടില്ല, സെപ്സിസ് ഒന്നും ഇല്ല. അപ്പം നമ്മൾ കോഡ് ചെയ്യേണ്ടത് അതിന് ലോക്കലൈസ്ഡ് ഇൻഫെക്ഷൻ ഷുഡ്. അപ്പോൾ ആ ടൈമിൽ ഈ അഡ്മിഷൻ കഴിഞ്ഞ അയാൾക്ക് സെപ്സിസോ സിവിയർ സെപ്സിസോ വന്നെങ്കിൽ എങ്ങനെയാണ് കോഡ് ചെയ്യേണ്ടത്? ഈ ലോക്കലൈസ്ഡ് ഇൻഫെക്ഷൻ ആദ്യമേ കോഡ് ചെയ്യണം. അതിനുശേഷം അസോസിയേറ്റഡ് സെപ്സിസ് ഓർ സിവിയർ സെപ്സിസ് കോഡ്. ഇതാണ് ലോക്കലൈസ്ഡ് ഇൻഫെക്ഷൻ കോഡ് ചെയ്യുക, അതിനുശേഷം ഈ സെപ്സിസ് ഓർ സിവിയർ സെപ്സിസ് കോഡ് ചെയ്യുക. അടുത്ത സെപ്സിസ് ഡ്യൂ ടു എ പോസ്റ്റ് പ്രൊസീജിയറൽ ഇൻഫെക്ഷൻ. ഇതിങ്ങനെ കൊടുത്തേക്കുന്നതെന്ന് വെച്ചാൽ കൺഫ്യൂസ് ആകണ്ട, ഇത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. നമ്മളിങ്ങനെ വലിയ കൺഫ്യൂസ് അടിച്ചൊന്നും പഠിക്കേണ്ട കാര്യമില്ല. ബുക്കിൽ ICD-10 നമ്മളൊരു കോഡ് തേടുമ്പം തന്നെ അതിൽ നമുക്ക് ഇൻസ്ട്രക്ഷൻ കൊടുത്തേക്കാം, യൂസ് അഡീഷണൽ കോഡ് അല്ലെങ്കിൽ കോഡ് ഫസ്റ്റ്, ഏതെങ്കിലും ഒരു കോഡ് കൊടുത്തിട്ട് അത് കോഡ് ഫസ്റ്റ് ചെയ്യുക, അങ്ങനെ കൊടുത്തേക്കുക. അപ്പം നമ്മൾ ഇത് ഒത്തിരി വറി ചെയ്യേണ്ട കാര്യമില്ല, കാണാതെ പഠിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക, അത്രേ ഉള്ളൂ. ഇത് സെപ്സിസ് ഡ്യൂ ടു എ പോസ്റ്റ് പ്രൊസീജിയറൽ ഇൻഫെക്ഷൻ. ഇപ്പം ഇവിടെ എന്തെന്ന് വെച്ചാൽ സെപ്സിസ് വന്നേക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരു പ്രൊസീജിയർ, ഒരു ഡോക്ടർ ഒരു പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞ് സെപ്സിസ് ഉണ്ടായാൽ എങ്ങനെയാണ് കോഡ് ചെയ്യേണ്ടത്? ഫോർ എ സെപ്സിസ് ഫോളോയിങ് എ പോസ്റ്റ് പ്രൊസീജിയറൽ വൂണ്ട് ഇൻഫെക്ഷൻ, എ കോഡ് ഫ്രം T81.41 to T81.43 ഇൻഫെക്ഷൻ ഫോളോയിങ് എ പ്രൊസീജിയർ. സെപ്സിസ് ഈ പോസ്റ്റ് പ്രൊസീജിയറൽ കാരണമാണ് ഉണ്ടായതെങ്കിൽ ഈ കോഡ് ഫ്രം കാറ്റഗറി T81.41 to T81.43 ആ കോഡ്
നമുക്ക് കോഡ് ചെയ്യാം. അതർവൈസ് കോഡ് ഫ്രം O86.00 to O86.03. ഇതെന്തെന്ന് വെച്ചാൽ O സീരീസ് എപ്പോഴും പ്രഗ്നൻസി റിലേറ്റഡ് കോഡ്സ് ആയിരിക്കും. ഇവിടെ ഇത് ഇൻഫെക്ഷൻ ഓഫ് ഒബ്സ്ട്രക്റ്റിക് സർജിക്കൽ wound or a code O86.09 ഇൻഫെക്ഷൻ ഓഫ് ഒബ്സ്ട്രക്റ്റിക്കൽ സർജിക്കൽ wound, അതായത് ഡ്യൂ ടു ദി പ്രഗ്നൻസി സർജിക്കൽ wound ആയിരിക്കും ഇത്. That identifies that the site of infection should be sequenced first if known. അവർ എന്തെങ്കിലും സൈറ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സൈറ്റ് വേണം ആദ്യമേ കോഡ് ചെയ്യാൻ, സീക്വൻസ്ഡ് ഫസ്റ്റ് അറിയാമെങ്കിൽ. അസൈൻ ആണ് അഡീഷണൽ കോഡ് ഫോർ സെപ്സിസ് ഫോളോയിങ്. അതിനുശേഷം ആദ്യമേ കോഡ് ചെയ്യേണ്ടത് ആ സൈറ്റിന്റെ കോഡ്. ദ സൈറ്റ് ഓഫ് ഇൻഫെക്ഷൻ ഷുഡ് ബി സീക്വൻസ്ഡ്. ഏത് സൈറ്റാണോ ഇൻഫെക്ഷൻ ചെയ്തേക്കുന്നത് ആ സൈറ്റിന്റെ ഇൻഫെക്ഷൻ കോഡ് ചെയ്യുക. അതായത് നമ്മൾ ഇൻഫെക്ഷനിൽ പോയി തേടുമ്പോൾ ഈ സൈറ്റിൽ ഇൻഫെക്ഷൻ ഓഫ് സ്റ്റൊമക്ക്, ഇൻഫെക്ഷൻ ഓഫ് കിഡ്നി, അങ്ങനെ കുറേ കോഡ്സ് കാണാം. ആ സൈറ്റ് ഏതാണോ ആ സൈറ്റ് കോഡ് ചെയ്യുക. അതിനുശേഷം അസൈൻ ആൻ അഡീഷണൽ കോഡ് ഫോർ സെപ്സിസ് ഫോളോയിങ് പോസ്റ്റ് പ്രൊസീജിയർ. അതിനുശേഷം ഈ കോഡ് T81.44 അതർവൈസ് O86.04 ഈ കോഡ് ചെയ്യുക. യൂസ് ആൻ അഡീഷണൽ കോഡ് ടു ഐഡന്റിഫൈ ദ ഇൻഫെക്ഷ്യസ് ഏജന്റ്. ഇൻഫെക്ഷ്യസ് ഏജന്റ് ഏതാണെന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു സ്പെസിഫിക് കോഡ് കാണും, അതുകൂടെ നമ്മൾ അഡീഷണൽ ആയിട്ട് കോഡ് ചെയ്യണം. ഇഫ് ദ പേഷ്യന്റ് ഹാസ് എ സിവിയർ സെപ്സിസ്, the appropriate code from subcategory R65.2 should also be assigned with the additional code for acute organ dysfunction. ഇതിൻ്റെ കൂടെ അവർ എന്തെങ്കിലും സിവിയർ സെപ്സിസ് കൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ R65.2 കോഡ് ചെയ്ത് ഓർഗൻ ഡിസ്ഫങ്ഷൻ്റെയും കോഡ് ചെയ്യണം. For infections following infusion, transfusion, therapeutic injection or immunization, a code from subcategory T80.2. അതായത് ഈ ഇൻഫെക്ഷൻ ഒക്കെ, ഈ സെപ്സിസ് ഒക്കെ വന്നത് ഡ്യൂ ടു ദി ഇൻഫ്യൂഷൻ, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്നത് മൂലമോ ഇൻഫ്യൂഷൻ ചെയ്യുന്നത് മൂലമോ അഥവാ തെറാപ്യൂട്ടിക് ഇഞ്ചക്ഷൻ കാരണമോ ഇമ്മ്യൂണൈസേഷൻ കാരണമോ ഒക്കെ ആണെങ്കിൽ കോഡിന്റെ കാറ്റഗറി വരുന്നത് T80.2 ആണ്. T80.2 എന്ന് വെച്ചാൽ ഇൻഫെക്ഷൻ ഫോളോവിങ് ഇൻഫ്യൂഷൻ, ട്രാൻസ്ഫ്യൂഷൻ ആൻഡ് തെറാപ്യൂട്ടിക് ഇഞ്ചക്ഷൻ. ഇത് കോഡ് ഫസ്റ്റ് ചെയ്തിട്ട് ഫോളോഡ് ബൈ കോഡ് ഫോർ സ്പെസിഫിക് ഇൻഫെക്ഷൻ. ഈ കോഡ് ആദ്യമേ കൊടുത്തിട്ട് അതിനുശേഷം ഏതാണോ സ്പെസിഫിക് ഇൻഫെക്ഷൻ കൊടുത്തേക്കുന്നത് ആ ഇൻഫെക്ഷനും കോഡ് ചെയ്യുക. ഇഫ് ദ പേഷ്യന്റ് ഹാസ് സിവിയർ സെപ്സിസ്, ദ അപ്രോപ്രിയേറ്റ് കോഡ് ഫ്രം സബ് കാറ്റഗറി R65.2 ഷുഡ് ഓൾസോ ബി അസൈൻഡ് വിത്ത് അഡീഷണൽ കോഡ് ഫോർ എനി അക്യൂട്ട് ഓർഗൻ ഡിസ്ഫങ്ഷൻ. അതിൻ്റെ കൂടെ അവർ സിവിയർ സെപ്സിസ് എന്നും കൂടെ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നോർമലി നമ്മൾ ചെയ്യുന്ന പോലെ R65.2 അതിൻ്റെ കൂടെ അക്യൂട്ട് ഓർഗൻ ഡിസ്ഫങ്ഷനും കോഡ് ചെയ്യണം. എപ്പോഴും ഓർക്കുക, R65.2 കോഡ് ചെയ്യുമ്പം അതിൻ്റെ കൂടെ അക്യൂട്ട് ഓർഗൻ ഡിസ്ഫങ്ഷൻ ഉറപ്പായിട്ടും കോഡ് ചെയ്തിരിക്കണം. സിവിയർ സെപ്സിസ് എന്ന് വെച്ചാൽ ഇൻഫെക്ഷൻ പ്ലസ് ഓർഗൻ ഡിസ്ഫങ്ഷൻ ആണ്. അപ്പം ഇതോടെ കോഡ് ചെയ്യണം. ഓക്കെ, ഇത് സിവിയർ സെപ്സിസ് വരെ നമ്മൾ നോക്കി. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബാലൻസ് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു ഫ്രണ്ട്സ്.